ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട മാതിരി ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ബർഗർ പോലെ മുട്ടയും വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ 7 മണിക്ക് മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. സൺഡേ ആയ കാരണം രാവിലെ 7 മണിക്കായിരുന്നു കേട്ടോ ട്യൂഷൻ. ഇപ്പോൾ 10th ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിന് പോകുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ മോൾക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയത് ഞാനിന്ന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയും ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് മുട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് മുട്ട ഉണ്ടാക്കിയത് ഞാൻ ഫുള്ള് കട്ടായി പോയിട്ട് ആക്ച്വലി അത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ചീസ് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീസ് ഞാൻ ഭയങ്കര സ്ലൈസ് പോലെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അത് ഫുള്ള് പൊടിഞ്ഞു പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആക്ച്വലി. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെയൊക്കെ വെജിറ്റബിൾ വെച്ച് അതിൻ്റെ മേലെ പിന്നെ മുട്ടൊക്കെ അങ്ങനെ വെച്ച് ചില്ലി സോസും പിന്നെ ഇതും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കെച്ചപ്പും. അങ്ങനെ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇടാം, തവാമിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നല്ലൊന്ന് അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഉള്ളിൽ വെജിറ്റബിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെക്കുമല്ലോ. പിന്നെ ഇത് എനിക്ക് രാവിലെ ഞാൻ വെറും വയറ്റിൽ എപ്പോഴും ഇളം ചൂടുവെള്ളമായിട്ട് ഇങ്ങനെ കുടിക്കുക കേട്ടോ. ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളം എപ്പോഴും എല്ലാ ദിവസവും അങ്ങനെ കുടിക്കാറുണ്ട്. ഞാൻ രാവിലെ കാലി വയറ്റിൽ കാപ്പിയും ചായ ഒന്നും കുടിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിനും ഡൈജഷനൊക്കെ എപ്പോഴും നല്ലതാണ് കേട്ടോ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത്. പിന്നെ അങ്ങനെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അടിക്കാനും തുടക്കാനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അത് കുറേ ദിവസമായിട്ടുണ്ടായി ചേഞ്ച് ആക്കിയിട്ടൊക്കെ. ഫിഷ് ടാങ്കൊക്കെ മോനെ ക്ലീൻ ചെയ്യും. അങ്ങനെ ബാക്കിയൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്യാറ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിയിടണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. അതിനെ കൊണ്ട് ഇനിയും സാധിച്ചിട്ടില്ല. അതൊന്ന് വാങ്ങണമെന്നുണ്ട്. എന്നിട്ട് എൻ്റെ മേളിൽ കുറേ ചെടികളൊക്കെ വെക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മണി പ്ലാന്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഇങ്ങനെ തുണി ഇതിൻ്റെ മുകളിലിട്ട് എടുക്കുന്നത് ചിലത് മരമല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ മരത്തിന് കേട് വരും എന്ന് വിചാരിച്ചിട്ട് നല്ല തുണിയൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊടുക്കാറ് കേട്ടോ പതിവ്. അതിന് ശേഷം മേലെ ഇങ്ങനെ ഇത് ചെടികളൊക്കെ ഇങ്ങനെ വെക്കാറാണ് കേട്ടോ. അല്ലെങ്കിൽ മെയിൻ മരമാകുമ്പോൾ നമ്മൾക്ക് ഇത് കേട് വന്ന് പോകും. പിന്നെ എൻ്റെ ഡയറ്റിൻ്റെയും വർക്കൗട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും എനിക്കിടാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ തന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇടാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാവട്ടെ. പിന്നെ ഇടണമെന്നുണ്ട് കേട്ടോ. വെയിറ്റ് ലോസിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുത്ത് ഇടണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഒരു ദിവസം എല്ലാം റെഡിയാക്കിയിട്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ കഴുകി എടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു പാശ പിടിച്ച മാതിരി അടിയിൽ ഉണ്ടാവും. പിന്നെ അതുമല്ല ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് ഒരാഴ്ച ഏകദേശം കഴിയുമ്പോഴത്തേനും വേര് വന്ന് തുടങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് മാറ്റി കൊടുക്കണം, വെള്ളം ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ബോട്ടിൽ ഇങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അധികം മണി പ്ലാന്റ് തന്നെ വെക്കാറ്. മണി പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് അധികം കെയർ എടുക്കേണ്ട ആവശ്യമൊന്നും വെള്ളം മാത്രം എടുക്കുന്നതിന് മാറ്റി കൊടുക്കുക, മനസ്സൊക്കെ മാറ്റി. അപ്പോൾ എൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഏകദേശം ഒരു ഉച്ച നേരമായിട്ടുണ്ടായി കേട്ടോ. ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ട സമയമായിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ചോറും കറിയും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ഫിഷ് ടാങ്കിൽ ആകെ ഒരു ഫിഷാട്ടോ ഉള്ളത്. കുട്ടികൾ കുറേ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വേണ്ടാന്ന് പറയും. അത് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അധികം സാധനങ്ങളൊന്നും വെക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് വെച്ചാൽ മാത്രം പോരില്ല, അത് ക്ലീൻ ചെയ്തും വെക്കണം. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലും 2 പോട്ട് ഉണ്ടായിട്ട് അതൊന്ന് കാലിയായിരുന്നു, അത് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും വെക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഒന്നെല്ലാം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒഴിവ് കിട്ടിയ സമയത്ത് വേഗം എന്താക്കി എല്ലാം എടുത്തിട്ട് അതിലോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലെ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള പോട്ടിലേക്ക് ഞാൻ പുറത്തുനിന്ന് മണി പ്ലാന്റ് എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ കിട്ടിയാൽ ഞാൻ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോള് എനിക്ക് ബോട്ടിൽസൊക്കെ കുറേ കഴുകിയൊക്കെ തന്ന്, കുട്ടികൾക്ക് ലീവ് ഉള്ളപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബോട്ടിൽസൊക്കെ അവളിങ്ങനെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ
സൈഡിൽ ബുക്ക് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് ബൈൻഡ് ഇടാനുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ബുക്കുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ബൈൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ അതും ഇടാനുള്ള പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ആ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെടികൾ പറിച്ചെടുക്കുമ്പോൾ നമ്മളെപ്പോഴും അടിയിൽ നിന്ന് എടുക്കണം കേട്ടോ. ചെടികൾ എപ്പോഴും വരുന്ന മുള വരുന്നത് അതിൻ്റെ ഇത് വരില്ല, അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് ഫുള്ള് ഈ മണി പ്ലാന്റ് എന്തായി ഞാൻ കുറച്ച് ശ്രദ്ധിക്കാത്ത കാരണമൊക്കെ എന്തായി അത് ഫുള്ള് വള്ളി ചുറ്റി ആകെ ഇതായി കിടക്കട്ടെ. അതിൻ്റെ തലയും വാലും ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങാണ്ടാണ് കട്ടായിപ്പോയത്. അപ്പം മറ്റേ ഇല വരുന്ന വള്ളിയൊക്കെ ഉണങ്ങി. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് പകൽ സമയമായ കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ താഴ്ന്ന കുട്ടികളുടെ വണ്ടീൻ്റെ ഒക്കെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് രാത്രി ചില സമയത്ത് കിടക്കുന്നത് തന്നെ ചില സമയത്ത് നേരം വഴുകും. പിന്നെ വോയിസ് ഓവറും കൂടി കൊടുത്ത് കിടക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, പകൽ കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ല വീട്. അപ്പോൾ കുട്ടികളുടെ കരച്ചിലും വണ്ടീൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ഞാൻ നിർത്തിയിട്ടാണ് അധികം വോയിസ് ഓവർ കൊടുക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ മണി പ്ലാന്റ് എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഏതൊരു പ്ലാന്റും കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ക്രോസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് പെട്ടെന്ന് വരുള്ളൂ. നമ്മൾ ഏത് പ്ലാന്റോ റോസ് ആയാലും ഏത് ചെടിയായാലും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു ക്രോസ് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വെച്ചെടുപ്പോൾ ക്രോസ് കട്ട് ചെയ്തിട്ടാണ് അപ്പം ഞാനങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിൽസ് ഇങ്ങനെ നിറച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെടികളിങ്ങനെ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ചെടി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഗ്ലാസിൻ്റെ എന്തെങ്കിലും കുപ്പികളൊക്കെ കിട്ടില്ലേ, അതിൽ ഇങ്ങനത്തെ മണി പ്ലാന്റൊക്കെ ഇട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക. നല്ല രസം ഉണ്ടാവും കേട്ടോ, കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ചില സംഗതികളൊന്നും, അതുകൊണ്ട് കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ പറ്റിയാൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ചക്കൾക്ക് വേണ്ടി ഞാൻ സാമ്പാറായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളിങ്ങനെ രാവിലെ ഞാൻ ആംലേറ്റ് ഉണ്ടാക്കിയത് കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെ ആംലേറ്റ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വെജിറ്റബിളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ മുട്ട നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ, കാരണം കുറേ വെജിറ്റബിൾ ഇൻക്ലൂഡ് ആവും. അതായത് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായി, ക്യാബേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായി, കുറച്ച് മാഗി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ട ഇട്ട കാരണം പച്ചക്കറി കുറച്ചിങ്ങനെ കൂടുതൽ പോലെ ഇട്ട, പക്ഷേ പച്ചക്കറി കൂടുതലിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതിന് പ്രത്യേകിച്ച് 2 മുട്ട ഇട്ടിട്ട് പച്ചക്കറി ഇട്ടാൽ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അത് തന്നെ ധാരാളം കേട്ടോ. അധികം വേറെ ഫുഡൊന്നും ഇതിൻ്റെ ഒപ്പം കഴിച്ചില്ലെങ്കിലും കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുത്താൽ അതന്നെ നല്ലൊരു എനർജി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയും മുട്ടയും കുറച്ച് മാഗി മസാല ഇപ്പോൾ മോളിട്ടതാണ് കേട്ടോ, അവൾക്ക് കുറച്ചിങ്ങനെ ഇടണം എന്ന് പറഞ്ഞിട്ട്, അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെറും മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. പിന്നെ ഹെവി ആയിട്ടൊന്നും ഇപ്പോൾ കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുമല്ല വർക്കൗട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നല്ല വിശപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ വിശപ്പൊന്ന് ആദ്യമൊക്കെ ഒന്ന് അങ്ങനെ ഇതാക്കി കൺട്രോൾ ചെയ്ത് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഒരു 3 മാസം ഗ്യാപ്പ് എടുത്തോടു കൂടിയിട്ട് എനിക്ക് നല്ല വിശപ്പാട്ടോ. അപ്പോൾ വർക്കൗട്ട് തുടങ്ങിയപ്പോൾ പിന്നെയും ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം. പിന്നെ അപ്പം ഞാൻ കുട്ടിക്കും എനിക്കും വേണ്ടി ചോറ് എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിക്കാറ്. ചില ദിവസങ്ങളിൽ മാത്രമേ ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കും ഇങ്ങനെ വാരി തരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായി, അങ്ങനെ ചോറും സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ട ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.